കൊട്ടിക്കലാശത്തിന്റെ അവസാന മണിക്കൂറിലേക്കാണ് ആദ്യഘട്ടത്തിലെ പരസ്യപ്രചാരണം ഇന്നിപ്പോൾ അവസാനിക്കും. കൊട്ടിക്കലാശത്തിന് എല്ലാ ഒരുക്കങ്ങളും സജ്ജീകരിച്ചിരുന്നു പാർട്ടികൾ എന്നുള്ളതാണ്. മറ്റ് കഴിഞ്ഞ കാലത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ പോലെയല്ല അത്രയധികം ആവേശത്തോടെയുള്ള തദ്ദേശ തെരഞ്ഞെടുപ്പിനെയും പ്രചാരണത്തെയാണ് ഇത്തവണ കാണുന്നത് എന്നുള്ളതാണ്. എല്ലാ സ്ഥലങ്ങളിലും തെരഞ്ഞെടുപ്പ് മറ്റന്നാൾ നടക്കാനിരിക്കുന്ന എല്ലാ ജില്ലകളിലും 7 ജില്ലകളിലുമെല്ലാം വലിയ ആവേശത്തിലാണ് പ്രചാരണ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടം കൊട്ടിക്കലാശമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. 6 മണിക്കാണ് പരസ്യപ്രചാരണം അവസാനിക്കുക. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, എറണാകുളം, ഇടുക്കി, ആലപ്പുഴ, കോട്ടയം ജില്ലകളിലൊക്കെയാണ് 8-ാം തീയതി പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നത്. അതിന്റെ പ്രചാരണത്തിന്റെ അവസാന നിമിഷങ്ങളിലേക്കാണ്. നാളെ നിശബ്ദ പ്രചാരണമാണ്. എല്ലാ മുന്നണികളും അവരുടേതായിട്ടുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയാക്കി കൊട്ടിക്കലാശത്തിൽ പങ്കുചേരുകയാണ്. നാടും നഗരവുമെല്ലാം തെരഞ്ഞെടുപ്പ് ആവേശത്തിലേക്ക് കടന്നു കഴിഞ്ഞിരിക്കുന്നു. പ്രചാരണത്തിൽ പരമാവധി ആവേശം നിറച്ചുകൊണ്ടുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ ആവേശ പ്രകടനമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. എറണാകുളത്തേക്ക് പോകാം. എറണാകുളത്ത് ആര്യയുണ്ട് വിശേഷങ്ങളുമായി. ആര്യ, പറഞ്ഞോളൂ. ഈ പ്രാവശ്യം ഞാൻ മത്സരിക്കുന്നത് എൻ്റെ ഫാദറും ഇവിടെ ഗ്രാൻഡ് മുനിസിപ്പാലിറ്റിയിൽ 20 കൊല്ലത്തോളം ഉണ്ടായിരുന്നു. ഫാദർ അഡ്വക്കേറ്റ് മാത്യു ആദ്യത്തെ കോർപ്പറേഷനിൽ 81 വരെ ഉണ്ടായിരുന്നു. ഞാൻ ഈ ഡിവിഷനിലെ വോട്ടർമാർക്ക് എന്നിൽ വളരെ വിശ്വാസമുണ്ട്. എന്നെപ്പറ്റി അറിയാം. ഞാൻ ഒരു 40 കൊല്ലത്തോളമായി ഞാനിവിടെ പ്രവർത്തിച്ചു വരുന്നതാണ്. വളരെ വലിയ ആത്മവിശ്വാസത്തിലാണ്. തീർച്ചയായിട്ടും ഇത് ഞങ്ങൾ നിലനിർത്തുക മാത്രമേ ഉള്ളൂ. വളരെ വലിയ ആത്മവിശ്വാസം തന്നെയാണ് സ്ഥാനാർത്ഥിയെല്ലാം ഉള്ളത്. ഇനിയിപ്പോൾ അവസാന നിമിഷത്തിലേക്ക് പരസ്യ പ്രചാരണം കടന്നിരിക്കുകയാണ്. നാളെ നിശബ്ദ പ്രചാരണമാണ്. അടുത്തതിന് ശേഷമാണ് വോട്ടിംഗ് നടക്കുന്നത്. അങ്ങനെ എല്ലാവരും വലിയ ആത്മവിശ്വാസത്തിൽ മുന്നേറുകയാണ്. അവസാന നിമിഷത്തിലേക്ക് പരസ്യ പ്രചാരണം എത്തിയിരിക്കുന്നു. ക്യാമറമാൻ വിവി തടത്തിനൊപ്പം ആര്യ വിനോദ്, വീഡിയോ ആര്യാണ് എറണാകുളത്തെ കാഴ്ചകൾ. അവിടെ സ്ഥാനാർത്ഥികളുടെ എല്ലാം ആവേശം, അവരുടെ എല്ലാം പ്രതീക്ഷകൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുകയാണ്. ഒപ്പം തന്നെ മറ്റു ജില്ലകളിലും അതേപോലെയാണ്. വലിയ പ്രതീക്ഷയിലാണ് UDF ഉള്ളത്. UDF-നെ സംബന്ധിച്ച് ഇത്തവണ അവരുടെ കരുത്ത് കാട്ടേണ്ട ഒരു സമയം കൂടിയാണ്. അത്രയധികം പ്രാധാന്യം ഈ തെരഞ്ഞെടുപ്പിന് നൽകുന്നുണ്ട്.